أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയ്യത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളും അതിൻ്റെ അമലുകളും നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മാഉൽ ഹുസ്നയിലെ 38ാമത്തെ ഇസ്മാണ്. 38ാമത്തെ ഇസ്മ കബീർ എന്നുള്ളതാണ്. കബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അതിൻ്റെ അർത്ഥം അറിയാം, വലിയവൻ എന്നാണ്. എന്താണ് വലിയവൻ എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ കബീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ഒരു തവക്കുലിന്റെ ഇസ്മാണ്. എല്ലാ വിഷയത്തിലും അല്ലാഹു അല്ലേ വലിയവൻ. നമ്മുടെ രോഗം മാറ്റിത്തരാൻ അല്ലാഹു അല്ലേ വലിയവൻ. നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടാൻ അല്ലാഹു അല്ലേ വലിയവൻ. അവനൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളും സങ്കടങ്ങളും എന്തുമാകട്ടെ, ഏതുമാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ, അല്ലാഹു അല്ലേ വലിയവൻ. അവനൊന്ന് വിചാരിച്ചാൽ എത്രയും പെട്ടെന്ന് അതൊക്കെ സഫലമായി കിട്ടും. എത്രയും പെട്ടെന്ന് പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടും. അല്ലാഹുവല്ലേ വലിയവൻ. ഏറ്റവും വലിയൊരു തവക്കുലിന്റെ ഇസ്മാണ് അത്ഭുതകരമായ കബീർ എന്നുള്ള ഇസ്മ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ഈ ഒരു ഇസ്മിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ ചില ആയത്തുകൾ ഇല്ലല്ലദീന സ്വബറു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഒരായത്താണ് സൂറത്ത് ഹൂദിന്റെ. ഇനി മറ്റൊരായത്ത് സൂറത്ത് ഫാത്തിറിന്റെ 7ാമത്തെ ആയത്ത് അല്ലദീന കഫറു ലഹും അദാബുൻ ശദീദ് വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആയത്തുകൾ കബീർ എന്നുള്ള ഇസ്മ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് കബീറിന്റെ മഹത്വം അങ്ങനെ നീണ്ടുപോവുകയാണ്. അത്ഭുതകരമായ ഇസ്മിന്റെ അതത് വരുന്നത് 232 കാഫി 20 2 10 200 ടോട്ടൽ 232. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളുടെയും അമലുകൾ നമ്മൾ ചർച്ച ചെയ്തതുപോലെ കബീർ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിന്റെ അമലും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത്തെ അമൽ എന്നുള്ളത് സ്ഥാനമാനങ്ങൾ നിലനിൽക്കാൻ. നമ്മളൊരു സ്ഥാനത്തിരിക്കുകയാണ്, നമ്മളൊരു പൊസിഷനിലിരിക്കുകയാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഭരണം നടത്തുന്ന അധികാര കേന്ദ്രത്തിലാകട്ടെ, ഒരു പള്ളിയുടെ പ്രസിഡന്റ് ആകട്ടെ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകട്ടെ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഒരു പ്രധാന പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ആ സ്ഥാനം നിലനിന്ന് കിട്ടാൻ കബീർ എന്നുള്ള ഇസ്മിനെ 5 നേരം നമസ്കാര ശേഷവും അതിന്റെ അതത് പ്രകാരം 232 ആണല്ലോ അതത്. യാ കബീർ യാ അല്ലാഹ്, യാ കബീർ യാ അല്ലാഹ്, യാ കബീർ യാ അല്ലാഹ് എന്ന് സ്ഥിരമായി ചൊല്ലിക്കഴിഞ്ഞാൽ അവനിരിക്കുന്ന സ്ഥാനം ഖൈറാണെങ്കിൽ ഹലാലാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തി കൊടുക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി സ്ഥിരമായി കിട്ടാൻ. നമ്മൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പല ആളുകളും പറയാറുണ്ടല്ലോ, ജോലി പോകാൻ ചാൻസ് ഉണ്ട്, എനിക്ക് പ്രായമധികമായി, ജോലി എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം, മുതലാളി പറഞ്ഞു അടുത്ത മാസം മുതൽ ഇവിടെ വരണ്ട. ഇങ്ങനെ തുടങ്ങിയ ജോലി തടസ്സങ്ങൾ, ജോലി സ്ഥിരമല്ലാതെ വരുമ്പോൾ നമ്മളിരിക്കുന്ന ജോലി അത് ഏതാണെങ്കിലും അത് സ്ഥിരമായി കിട്ടാൻ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കാറുള്ള അത്ഭുതകരമായ ഇസ്മാണ് കബീർ എന്നുള്ളത്. എങ്ങനെയാണ് ചൊല്ലേണ്ടത്? യാ കബീറു യാ അല്ലാഹ് യാ സാബിത്തു യാ അല്ലാഹ്, യാ കബീറു യാ അല്ലാഹ് യാ സാബിത്തു യാ അല്ലാഹ്. സുബ്ഹിക്ക് ശേഷം 100 പ്രാവശ്യവും മഗ്രിബിക്ക് ശേഷം 100 പ്രാവശ്യവും നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു ജോലി നമുക്ക് സ്ഥിരമായി കിട്ടുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് അണികൾ അല്ലെങ്കിൽ സ്റ്റാഫുകൾ നിലനിന്ന് കിട്ടാൻ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങി വിദേശ രാജ്യത്ത്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലിക്ക് വരുന്നവർ സ്ഥിരമായി നിൽക്കുന്നില്ല.
കൂടി വന്നാൽ 1 മാസം, വന്ന് 2 ദിവസം കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുന്നു, ജോലിക്ക് കയറി ഒരാഴ്ച കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുന്നു. 1 മാസത്തിൽ കൂടുതൽ ആരും നിൽക്കുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഒക്കെ കൊടുക്കുന്നുണ്ട്, എന്നിട്ടും സ്റ്റാഫുകളെ നിലനിർത്താൻ കഴിയുന്നില്ല, കൊഴിഞ്ഞു പോവുകയാണ്. അണികൾ, നേതാവിൻ്റെ അണികൾ കൊഴിഞ്ഞു പോകുമ്പോൾ, മുതലാളിയുടെ ജോലിക്കാർ കൊഴിഞ്ഞു പോകുമ്പോൾ, അവർ സ്ഥിരമായി നമ്മുടെ സ്ഥാപനത്തിലും നമ്മുടെ കീഴിലും നിൽക്കാൻ യാ കബീറു യാ അല്ലാഹ് യാ സാബിത്ത് യാ അല്ലാഹ്, യാ കബീറു യാ അല്ലാഹ് യാ സാബിത്ത് യാ അല്ലാഹ് എന്ന് സുബ്ഹിക്ക് ശേഷം 100 പ്രാവശ്യവും മഗ്‌രിബിക്ക് ശേഷം 100 പ്രാവശ്യവും നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സഹായം ആ വിഷയത്തിൽ നമുക്ക് കിട്ടും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. 4ാമത്തെ ഒരു അമൽ എന്നുള്ളത് രോഗശമനത്തിന് വേണ്ടിയിട്ടാണ്. രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല 3 രൂപത്തിൽ നമുക്ക് നൽകും. ഒന്ന്, നമ്മളുടെ പ്രവർത്തനങ്ങൾ കാരണമായി അമിതമായ ഭക്ഷണം, ആവശ്യമില്ലാത്തത് വലിച്ചു കയറ്റി അടിച്ചു കയറ്റി അങ്ങനെ രോഗികളായി പോകാം. മറ്റൊന്ന് പരീക്ഷണമാണ്, അല്ലെങ്കിൽ ശിക്ഷയാണ്. മറ്റൊന്ന് നമ്മുടെ ദറജ ഉയരാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ കാരണമായി നമ്മളുടെ ഭക്ഷണ രീതി കൊണ്ട് മറ്റൊക്കെ നമ്മൾ രോഗികളായാൽ നമ്മളത് നിയന്ത്രിക്കുക തന്നെ വേണം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എക്സസൈസുകൾ നമ്മൾ കൊടുക്കണം. എന്നാൽ പരീക്ഷണമായിട്ടോ ശിക്ഷയായിട്ടോ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ദറജ ഉയർത്താൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അസുഖങ്ങൾ നൽകുകയാണെങ്കിൽ, അതിൽ നിന്ന് ആ ഒരു പരീക്ഷണത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഭക്ഷണം നിയന്ത്രിച്ചത് കൊണ്ട് കാര്യമില്ല, അവിടെ നമ്മൾ എക്സസൈസ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ സഹായം തേടുക തന്നെ വേണം. നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കുന്ന അങ്ങനെയുള്ള രോഗങ്ങൾക്ക് 7 തവണ എല്ലാ ദിവസവും യാ കബീറു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് 5 നേരം നമസ്കാര ശേഷവും നമ്മൾ നമ്മുടെ നെഞ്ച് ഭാഗത്തേക്കൊന്ന് മന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മൾ അനുഭവിക്കുന്ന രോഗം എന്താണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നമുക്ക് ഒരു ശിഫ നൽകും. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമുക്കൊരു മോചനം നൽകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. 5ാമത്തെ ഒരു അമൽ എന്നുള്ളത് ചീത്ത ചിന്ത മാറിക്കിട്ടാൻ, ഹറാമിലേക്കുള്ള ചിന്ത, കള്ളു കുടിക്കാനുള്ള ചിന്ത, വ്യഭിചരിക്കാനുള്ള ചിന്ത, സ്വയം ഭോഗം ചെയ്യാനുള്ള ചിന്ത, ഇങ്ങനെ തുടങ്ങിയ ഹറാമായ അനാവശ്യമായ ചിന്തകൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. പക്ഷെ അവരെ കുറിച്ചുള്ള മോശമായ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ പറയുന്നവരില്ലേ, സ്വയം ഭോഗം എന്ന് പറയുന്ന ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന പ്രവാസികളുമുണ്ട്, സ്വദേശികളുമുണ്ട്. നാം ഏതൊരു ചീത്ത പ്രവൃത്തിയിലാണോ സ്ഥിരമായി ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതൊരു ദുഷിച്ച സ്വഭാവമാണോ നമുക്കുള്ളത്, അല്ലെങ്കിൽ എന്തൊരു ചീത്ത ചിന്തയാണോ നമുക്കുള്ളത്, അതിൽ നിന്ന് പൂർണ്ണമായി നമുക്കൊരു മോചനം ലഭിക്കാൻ എല്ലാ ദിവസവും 232 തവണ കബീർ എന്നുള്ള അത്ഭുതകരമായ ഇസ്മ യാ കബീർ യാ അല്ലാഹ് യാ കബീർ യാ അല്ലാഹ് യാ കബീർ യാ അല്ലാഹ് നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. ചീത്ത ചിന്തയിൽ നിന്ന്, തെറ്റിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കാനുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു തൗഫീഖ്, സഹായം നമുക്ക് ലഭിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കബീർ എന്നുള്ള ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് തോന്നിയ പ്രധാനപ്പെട്ട ചില അമലുകൾ ചർച്ച ചെയ്തു. നല്ല ഈമാനോടെയും തവക്കുലോടെയും ചെയ്ത് ഇതിൻ്റെയൊക്കെ റിസൾട്ട് നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.